നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിന് സമീപം പാർക്ക് ചെയ്ത ബൈക്കിന്റെ ഹെൽമറ്റ് മോഷ്ടിച്ചു. വൈഗ വീടുകൾ യാഥാർത്ഥ്യമായി. താക്കോൽ ദാനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. സന്തോഷത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ അതീവ സന്തോഷമെന്ന് കൃഷിമന്ത്രി. ചെമ്പൂക്കാവ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ശാസ്ത്ര സാങ്കേതിക മേള സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ ശ്രീജിത്ത് ടി.എസിന് അനുമോദനമായി വാർഡ് മെമ്പർ ആന്റോ തൊറയൻ. വാർത്തകൾ വിശദമായി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിന് സമീപം പാർക്ക് ചെയ്ത ബൈക്കിന്റെ ഹെൽമറ്റ് മോഷ്ടിച്ചു. പുന്നിയൂർക്കുളം ചെമ്പന്നൂർ സ്വദേശി കോൺമത്തായൽ വീട്ടിൽ ബിനിയാമിന്റെ ഹെൽമറ്റാണ് കവർന്നത്. ആശുപത്രിയിലെ CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ബൈക്കിലെത്തിയ അജ്ഞാതൻ പാർക്ക് ചെയ്ത ബൈക്കിലെ ഹെൽമറ്റ് കവർന്നത് കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വൈഗ വീടുകൾ യാഥാർത്ഥ്യമായി. താക്കോൽ ദാനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. സന്തോഷത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ അതീവ സന്തോഷമെന്നും കൃഷിമന്ത്രി. തൃശൂരിലെ നിർധനരായ 4 കുടുംബങ്ങൾക്ക് കൃഷിവകുപ്പ് നിർമ്മിച്ചു നൽകുന്ന വൈഗ വീടുകളുടെ താക്കോൽ ദാനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. തൃശൂർ ചെറുക്കുന്നുള്ള പുഴയ്ക്കൽ സന്തോഷിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി താക്കോൽ ദാനം നിർവഹിച്ചു. ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. 2020 ജനുവരി 4 മുതൽ 7 വരെ തൃശൂരിൽ നടന്ന അന്തർദേശീയ കാർഷിക പ്രദർശനമായ വൈഗ 2020 ഏർപ്പെടുത്തിയ പ്രവേശന ടിക്കറ്റ് മുഖേന സമാഹരിച്ച 22,80,000 രൂപ വിനിയോഗിച്ചാണ് തൃശൂർ സ്വദേശികളായ മുഹമ്മദ് അഫ്സൽ, PV സന്തോഷ്, ആകാശ്, KR മല്ലിക എന്നിവരുടെ ഭവന നിർമ്മാണം എന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാക്കിയത്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് 5.7 ലക്ഷം വീതം മുതൽ മുടക്കിലാണ് 4 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. റവന്യൂ മന്ത്രി കെ രാജന്റെ സംയോജിതമായതും നിരന്തരമായ ഇടപെടലുമായാണ് ഇത്രയും വേഗത്തിൽ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്ന് കൃഷിമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ തൃശൂർ ജില്ലാ കൃഷി ഓഫീസർ MP അനു പദ്ധതി വിശദീകരിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും പുത്തൂർ കൃഷി ഓഫീസർ CR ദിവ്യ നന്ദിയും പറഞ്ഞു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചെമ്പൂക്കാവ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ശാസ്ത്ര സാങ്കേതിക മേള സംഘടിപ്പിച്ചു. തൃശൂർ ചെമ്പൂക്കാവ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ശാസ്ത്ര സാങ്കേതിക മേള ടെക്സ്പോ 2024 തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് സ്പോർട്ടിംഗിൽ ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ സൂപ്രണ്ട് VK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം RDDO ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ P സോളമൻ മുഖ്യപ്രഭാഷണം നടത്തി. അക്കാദമിക് ഇൻചാർജ് J നെൽസൺ സ്വാഗതം പറഞ്ഞു. PTA വൈസ് പ്രസിഡന്റ് VD സുനിൽകുമാർ, VHSS പ്രധാനാധ്യാപിക CV മിനി, GIFD ഇൻസ്ട്രക്ടർ KR ബിന്ദു എന്നിവർ ആശംസകൾ പറഞ്ഞു. വർക്ക്ഷോപ്പ് ഇൻചാർജും മേളയുടെ കൺവീനറുമായ PB സുധി നന്ദി പറഞ്ഞു. ശാസ്ത്ര സാങ്കേതികം, ഗണിതം, ഫാഷൻ ഡിസൈനിങ്, IT മേഖലകളിൽ ഉള്ള വിദ്യാർത്ഥികളുടെ മത്സരവും നടന്നു. മേളയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ചെയ്ത മാതൃകകളുടെ പ്രദർശനവും ചടങ്ങിലുണ്ടായിരുന്നു. ടെക്നിക്കൽ സ്കൂളുകൾ വളരെ കുറവാണ്. പക്ഷേ ടെക്നിക്കൽ സ്കൂളുകളാണ് നമ്മൾക്ക് വേണ്ടത്, നമ്മുടെ നാടിന് വേണ്ടത്. നിങ്ങൾക്ക് പഠിക്കുന്നതിനൊപ്പം തൊഴിൽ പരിശീലനവും ഉണ്ടാകണം. അത് ഇന്നത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയ കർത്തവ്യമാണ്. അതില്ലാതെയാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖല തന്നെ പല സ്ഥലങ്ങളിലും തകർന്നടിഞ്ഞ് നമ്മൾ പല ആളുകളും വിദേശത്തേക്ക് പോകേണ്ട ഗതികേട് വന്നത്. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ ശ്രീജിത്ത് ടി.എസിന് അനുമോദനമായി വാർഡ് മെമ്പർ ആന്റോ തൊറയൻ. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ താമസിക്കുന്ന തണ്ടാശ്ശേരി ശിവരാമൻ മകൻ TS ശ്രീജിത്ത് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായത്
ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വസതിയിലെത്തി വാർഡ് മെമ്പർ ആൻഡോ തുറയിൽ ഷാൾ അണിയിച്ച് അനുമോദിച്ചു. അംഗൻവാടി വർക്കർ സതി രംഗൻ, ഹെൽപ്പർ നിമ്മി പ്രമൻ, രേണുക റിജു എന്നിവർ പ്രസംഗിച്ചു. ചെറുപ്പം മുതലേ അറിയുന്ന ആളാണ്. വാർഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പണ്ട് മുതലേ തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ആളായിരുന്നു. മെമ്പറായത് ഇപ്പോഴാണെങ്കിലും ഇതിനു മുമ്പേ നമുക്ക് നമ്മുടെ മനസ്സിലെല്ലാം നല്ലൊരു പ്രവർത്തനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പൊന്നാട വാങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മുടെ സേനയിലെ ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ ശ്രീജിത്തിന് കഴിയട്ടെ എന്നാണ് ഈ സമയത്ത് ആശംസിക്കാനുള്ളത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള റിപ്പയറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വിട്ടുകൊടുക്കുക എന്നുള്ളത് ചില സമയങ്ങളിൽ സാധ്യമല്ല. എന്ത് ചെയ്യാം, മനുഷ്യന്മാരായി പോയില്ലേ. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അവസാനം അത് പറഞ്ഞല്ലേ പറ്റൂ. അല്ലെങ്കിൽ അതിനെ സ്നേഹമെന്ന് വിളിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും നിങ്ങൾക്കായി 20,000 4G ടവറുകൾ സ്ഥാപിക്കുന്നത്. ഇനി അകലെ നിന്നുകൊണ്ട് അടുത്തറിഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കാം. BSNL, കണക്റ്റിംഗ് ഇന്ത്യ. വാർത്താ നേരം തുടരുന്നു. പാലാ സെന്റ് ജോസഫ് ദേവാലയത്തിലെ കപ്പേള മോഷ്ടാവ് കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെ 10 മണിയോടെ ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പുലർച്ചെ 2:30 എത്തിയ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ തൊട്ടടുത്ത വ്യാപാര സ്ഥാപനത്തിലെ CCTVയിൽ പതിഞ്ഞിട്ടുള്ളതായാണ് വിവരങ്ങൾ. പിക്കാസ് ഉപയോഗിച്ച് കപ്പേളയുടെ പൂട്ട് തല്ലി തകർത്ത നിലയിലാണ്. തൊട്ടടുത്തുള്ള തട്ടുകടയിലെ നിരീക്ഷണ ക്യാമറ മോഷ്ടാവ് അപഹരിച്ചിട്ടുമുണ്ട്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണ ശ്രമം നടന്നതായാണ് വിവരങ്ങൾ. തൃശൂർ പുതുക്കാട് പറപ്പൂക്കരയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീടിനു മുകളിൽ വീണു. വീട് ഭാഗികമായി തകർന്നു. പറപ്പൂക്കര പൊക്കാന്തരയിൽ മണപ്പാടൻ അനിൽദാസിന്റെ വീടിന്റെ മുകളിലേക്കാണ് തൊട്ടടുത്ത വീട്ടിലെ തെങ്ങ് കടപുഴകി വീണത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. അടുക്കളയും സ്റ്റോറൂമും പൂർണ്ണമായും തകർന്നു. വീട്ടുകാർ മറ്റൊരു മുറിയിലായിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നംകുളത്ത് ഇരുമ്പ് കമ്പികൾ ഇറക്കുന്നതിനിടെ ക്രെയിൻ മറിഞ്ഞു വീണു. ആർക്കും പരിക്കില്ല. കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി കൊണ്ടുവന്ന ഇരുമ്പ് കമ്പികൾ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെയാണ് ക്രെയിൻ മറിഞ്ഞു വീണത്. ഇന്ന് രാവിലെ 11 മണിയോടെ നഗരസഭ ഓഫീസിന് പുറകുവശത്തെ വൺ വേ റോഡിലാണ് അപകടം നടന്നത്. ഗുരുവായൂർ ഭാഗത്തു നിന്നും എത്തിയ ക്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. റോഡരികിൽ ചരിവുള്ള ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ക്രെയിൻ കമ്പികൾ ഇറക്കുന്നതിനിടെ കമ്പികൾ ഒരു വശത്തേക്ക് ഉലഞ്ഞതിനെ തുടർന്ന് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഈ സമയം ക്രെയിൻ സമീപത്തെ ആൽമരത്തിൽ തട്ടി വീണതിന് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലറിൽ തട്ടിയില്ല. ഈ സമയത്ത് റോഡിൽ ആളുകളില്ലാതിരുന്നതും വൻ ദുരന്തം ഒഴിവായി. ക്രെയിനിൽ ഡ്രൈവർ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് വൺ വേ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തു. പെരുമ്പിലാവ് കരിക്കാട് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചുമറിഞ്ഞ് അപകടത്തിൽ കാറിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു. പഴനി കോട്ടൂർ സ്വദേശി മുബാറക് ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ 12:30 കരിക്കാട് KK റേഞ്ച് സിക്കു സമീപത്താണ് അപകടമുണ്ടായത്. ശക്തമായ മഴയിൽ കാറിന്റെ ടയർ തെന്നിമാറി സമീപത്തെ വീട്ടുമതിലിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വീടിനു മുമ്പിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് പരിക്കേറ്റവരെ പെരുമ്പിലാവ് റെഡോൺ ആംബുലൻസ് പ്രവർത്തകൻ ഹാഷിറിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂരിൽ കോട്ട കോവിലകം വളപ്പിലെ ആൽമരം കടപുഴകി വീണു. മരം വീണ് വൈദ്യുതി കമ്പി പൊട്ടിയെങ്കിലും KSEB ജീവനക്കാർ ഉടൻ തന്നെ ലൈൻ ഓഫ് ചെയ്തതിനാൽ അപകടം ഒഴിവായി. നഗരസഭ ഓഫീസിന് മുമ്പിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ചായക്കടയ്ക്ക് മുകളിലാണ് മരം കടപുഴകി വീണത്.
മരം വീണതിനെ തുടർന്ന് ചായക്കടയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിന് സമീപം പാർക്ക് ചെയ്ത ബൈക്കിന്റെ ഹെൽമറ്റ് മോഷ്ടിച്ചു. വൈഗ വീടുകൾ യാഥാർത്ഥ്യമായി. താക്കോൽ ദാനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. സന്തോഷത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ അതീവ സന്തോഷം കൃഷിമന്ത്രി. ചെമ്പൂക്കാവ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ശാസ്ത്ര സാങ്കേതിക മേള സംഘടിപ്പിച്ചു. ഇതോടെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ ശ്രീജിത്ത് TS ന് അനുമോദനമായി വാർഡ്